നമസ്തേ. ടെസ്ലയുടെ ഒരുപാട് റിവ്യൂസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു ഒരു റിവ്യൂ ചെയ്യണമെന്ന്, വെഹിക്കിൾ റിവ്യൂ. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല വെഹിക്കിൾ റിവ്യൂ ചെയ്ത്, അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ സ്പിരിച്വൽ വീഡിയോസാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുണ്ടായി, FSD ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വളരെ റെയറാണ്. ടെസ്ല ചെയ്തിട്ടുണ്ടെങ്കിലും FSD ബേസ്ഡ് ആയിട്ടുള്ളത് വളരെ റെയറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, FSD ഇല്ല. ടെസ്ലയുടെ റിവ്യൂ ഉണ്ട്, പക്ഷേ FSD വളരെ ഇല്ലെന്ന് തന്നെ വേണം പറയാം. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ സ്പിരിച്വൽ ഇതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടെസ്ല Y മോഡലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഒരു ബേസിക് ഒരു ഐഡിയ Y മോഡലാണ്. Y മോഡലിൻ്റെ ഹൈ എൻഡാണിത്. ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് SUV ടൈപ്പ് ഷേപ്പും അതൊക്കെ സ്റ്റൈലിങ്ങും ഒക്കെയാണ് എനിക്കിഷ്ടം. ഞാനിതിൻ്റെ ഒരു വലിയൊരു ആരാധകനല്ല ഈ ഒരു ഷേപ്പിൻ്റെ. പിന്നെ ടെസ്ലയാണ്, അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. FSD ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല FSD ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, പക്ഷേ FSD ഇതേവരെ വന്നിട്ടുള്ളതായിട്ട് അറിവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളും അല്ലാതെ വെഹിക്കിൾ റിവ്യൂ ഒക്കെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. FSD നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഈവൻ ടെസ്ലയും അല്ല, നമ്മൾ FSD മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ വെഹിക്കിൾ റിവ്യൂ ചെയ്യുന്നത്. ഞാൻ ഇൻഹൗസ് സ്പിരിച്വൽ വീഡിയോസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആസ് യൂഷ്വൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കയറിയിരിക്കുന്നു. കയറിയിരുന്ന ഉടനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ബെൽറ്റ് ഇടുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫുൾ റൂഫ് ഉള്ളതുകൊണ്ട് ഇത് കണ്ടോ, എപ്പോഴും നമ്മൾ ഈ ഗ്ലാസ് നമ്മൾ തുടയ്ക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഈ ഫുൾ റൂഫിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. ഫുൾ റൂഫ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇപ്പം ഇതിനകത്ത് ക്യാമറയിൽ അത് വലുതായിട്ട് കാണത്തില്ല, പക്ഷേ ഇതിനകത്ത് പൊടി പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ കൺട്രോൾ പാനൽ ടെസ്ലയുടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഗിയർ സിസ്റ്റം. എല്ലാം സ്വൈപ്പാണ് ചെയ്തത്. നമ്മളിവിടെ സ്വൈപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഡ്രൈവ്, ഇത് പാർക്ക്, ഇത് റിവേഴ്സ്. ഓക്കെ, ഇത് സെൽഫ് ഡ്രൈവിങ്. ഇതാണ് FSD. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് FSD മാത്രമാണ്, സെൽഫ് ഡ്രൈവിങ് മാത്രമാണ്. അപ്പോൾ ഇത് ചെറിയൊരു വാക്ക് ത്രൂ ഇതിൻ്റെ കൺട്രോൾ പാനലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് മാത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ മെയിൻ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കാണാം. കൺട്രോൾസ്, ഡൈനാമിക്സ്, ചാർജിങ്, സെൽഫ് ഡ്രൈവിങ്, ലോക്സ്, ലൈറ്റ്സ്, സീറ്റ്സ്, ഡിസ്പ്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാണ്. നാവിഗേഷൻ, സ്ട്രിപ്സ്, പ്രൊഫൈൽസ്, ബ്ലൂടൂത്ത്, ഓഡിയോ, അപ്ഗ്രേഡ്സ് ആണ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങൾ. ഓഡിയോ വന്നിട്ട് നമുക്കിതിൻ്റെ ബാസും കാര്യങ്ങളുമൊക്കെ കൂട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാം ഇതിനകത്തുനിന്ന്. കണ്ടോ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ട്രിപ്സിൽ പോയി കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു ഐഡിയ കിട്ടും, എവിടെയാണ്, എത്ര ദൂരമുണ്ട്, ഇനി എത്ര സമയം നമുക്ക് ഉണ്ട്, ചാർജ് എത്ര ഉണ്ട്, അതിലെത്ര മൈൽസ് പോകും. ഇതിപ്പോൾ പ്രൊജക്റ്റഡ് റേഞ്ച് കാണിക്കുന്നത് 200 മൈൽസാണ്. അപ്പോൾ 200 മൈൽസ് ഇവിടെ മൈൽസ് ആണല്ലോ. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര കിലോമീറ്റർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ട്രിപ്സ്. പിന്നെ ബേസിക് നാവിഗേഷൻ അറിയാമല്ലോ, നാവിഗേഷൻ ഇതാണ്.
നാവിഗേഷൻ്റെ വോളിയം കുറച്ച് വെക്കാനും ഓട്ടോമാറ്റിക്കും അങ്ങനെ പല പല സംഭവങ്ങൾ സെയിം ലൈക്ക് ഗൂഗിൾ ഇത് വേറെ അതിനകത്തൊരു വലിയ ഇതൊന്നുമില്ല, ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഈ സീറ്റ്സ് എല്ലാം വെൻറ്റിലേറ്റഡ് ആണ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിൻ്റെ ഏത് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ FSDയുടെ വേർഷൻ ഇതാണ് അതിൻ്റെ വേർഷൻ, കണ്ടോ, V14.2.2.5 അതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ. എനിക്ക് തോന്നുന്നു 3 വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് വേർഷനാണ് FSDയുടെ. ഓക്കെ, പിന്നെ അതിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസ്, സേഫ്റ്റി. ഈ സേഫ്റ്റിയിൽ വന്നിട്ട് നമുക്ക് സെൻട്രി മോഡ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഒരു ഓഫീസിലിരിക്കുകയാണ്, നിങ്ങളുടെ പാർക്കിംഗ് കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് സെൻട്രി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി തന്നെ വരും നിങ്ങളുടെ അടുത്തേക്ക്. അതാണ് സെൻട്രി മോഡ്. ഓക്കെ, അത് എല്ലാ ഏരിയയിലൊന്നും അത്ര ഫീസിബിൾ ആയിരിക്കത്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം അത് ഫീസിബിളാണ്, ഈ FSD തന്നെ എത്രത്തോളം ഫീസിബിളാണെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഇവിടെ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. എല്ലാം നമുക്ക് FSD ആയാലും സെൻട്രി മോഡാണെങ്കിലും. ഓക്കെ, ഇത് ക്യാമറ ബേസ്ഡ് ഡിറ്റക്ഷനാണ്. ഇതെല്ലാം ഡിറ്റക്റ്റ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടിക്ക് ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ, അത് തട്ടുന്നുണ്ടോ, സെൻസർ ബേസ്ഡ് നമുക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല അത് ഫുൾ ട്രാക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ക്യാമറ ബേസ്ഡ് എല്ലാ സംഭവങ്ങളും നമുക്കിത് ചെയ്യാം. പിന്നെ ഡാഷ് ക്യാം ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഓട്ടോയിലിടാം. ഓട്ടോയിലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ബ്രേക്കിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് നമ്മൾ അതിനകത്തുണ്ട്. സേഫ്റ്റിക്ക് ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിംഗ് നമുക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിടാം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, സേഫ്റ്റിയിൽ. അപ്പോൾ സെൻട്രി മോഡും ഈ ഡാഷ് ക്യാമും പിന്നെ ഈ സെൻസർ ബേസ്ഡ് ക്യാമുമാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റിയിൽ വരുന്നത്. ആ ക്യാമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ US നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിലും നമുക്ക് ഫോണിലൂടെ കാണാം നമ്മുടെ വണ്ടിക്ക് ചുറ്റും ആരെങ്കിലും തട്ടുന്നുണ്ടോ, മുട്ടുന്നുണ്ടോ, അഥവാ ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി തട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ വരെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇവിടെ അങ്ങനെ ഔട്ട്സൈഡ് പാർക്കിംഗ് ഇല്ല. ഔട്ട്സൈഡ് പാർക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, അത് ഓഫീസിലുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഔട്ട്സൈഡ് പാർക്കിംഗ് ആൾക്കാർ ചെയ്യുന്നത്. മിക്കതും ഗ്യാരേജിനകത്തൊക്കെ ആയിരിക്കും പാർക്ക് ചെയ്യുന്നത്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരത്തില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ഫുള്ള് A to Z കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ ആപ്പിൽ. നമ്മുടെ ഫോണിലൊരു ആപ്പുണ്ട്, ടെസ്ല ആപ്പ്. അതിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇത് ഓണും ഓഫും ഇല്ല ഈ വണ്ടിക്ക്. നമ്മൾ ഫോണിൽ വന്ന് കയറിയിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഓണായി. ഫോണിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ ഇത് ഓഫാകും. ഓഫ് എന്ന് പറയുന്ന സ്വിച്ച് ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ട ഓൺ ഓഫ് സ്വിച്ച് ഇല്ല, വേറെ ഒരു സ്വിച്ചും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഐപാഡ് പോലത്തെ ഒരു കൺട്രോൾ പാനൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ടെസ്ലയ്ക്ക്. അടുത്ത നമുക്ക് ഷെഡ്യൂള് അതൊരു ടെമ്പറേച്ചർ, ക്യാബിൻ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നതും പിന്നെ ചാർജിങ്ങിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നതും ലൊക്കേഷൻ വൈസും അതെല്ലാമാണ് ഷെഡ്യൂള്. അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമില്ല. പിന്നെ ഡിസ്പ്ലേയിൽ നമ്മുടെ അപ്പിയറൻസ്, അതായത് ഇതിൻ്റെയൊക്കെ ലൈറ്റിങ്സ് ഇതൊക്കെ കണ്ടോ, അതൊക്കെ നമുക്കിങ്ങനെ ഓരോ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഓരോ ലൈറ്റ്സ് നമുക്കിത് ചെയ്യാം. ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ സേവ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 ഫാമിലിയിലുള്ള 4 പേര് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ആ 4 പേർക്കും അവരുടെ ഇഷ്ടമുള്ള സെറ്റിങ്സ് നമുക്കിത് ചെയ്യാം. അവരുടെ ഹൈറ്റും അവരുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റും അവരുടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ. അപ്പോൾ നമ്മുടെ ഫോണുമായിട്ട് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ആ ഒരു സെറ്റിങ്ങിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ്, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ,
ഇനി സീറ്റിൻ്റെ സീറ്റിനകത്ത് നമുക്ക് ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ, ഇവിടെ ഇരിക്കണമെന്ന് തന്നെയല്ല, നമ്മൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിനകത്തൂടെ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിടാം. സീറ്റിൻ്റെ AC നമുക്ക് കൺട്രോൾ ചെയ്യാം. സീറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ US ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ ജനുവരിയിലൊക്കെ ഭയങ്കര ഫ്രോസൺ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. അന്നേരം നമുക്ക് ഇപ്പോൾ 10 മണിക്കാണ് നമ്മൾ ഓഫീസിൽ പോകുന്നതെങ്കിൽ 9:45 ആകുമ്പോൾ നമുക്ക് സീറ്റിങ്ങും ഇതെല്ലാം നമുക്ക് ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഫ്രഷായിട്ട് നമുക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവൽ വെഹിക്കിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇങ്ങനെ ഇതെല്ലാം കുത്തി കളയുകയും ഒക്കെ ചെയ്യും, ബ്രഷ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഐസ് ഇങ്ങനെയൊക്കെ പുറത്ത് പാർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അകത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇതിനകത്ത് ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. അതൊക്കെ നമുക്ക് ഈ ആപ്പിലൂടെ ഈ സീറ്റിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇത് കണ്ടോ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുകയോ എന്ത് വേണേലും ചെയ്യാം ആപ്പിലൂടെ തന്നെ. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലൈറ്റിൻ്റെ. അതിൻ്റെ ഓട്ടോ, ഇപ്പോൾ നമ്മൾ തൽക്കാലം ഓട്ടോയിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സറൗണ്ട് ലൈറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സംഭവം. ഇത് കൂടുതൽ നൈറ്റിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇത് ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, ഇവിടെ ഒരു ചെറിയൊരു റെഡ് ലൈറ്റ് വരും, അതിൻ്റെയാണ് അത് സംഭവം കാണുന്നത്. പിന്നെ ഈ ഡിസ്കോ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അത് ഈ പാർട്ടിക്കൊക്കെ നമുക്കിങ്ങനെ നമ്മളുടെ മ്യൂസിക്കിനനുസരിച്ച് ഇതിങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതൊക്കെ ഇവിടുത്തുകാർക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഓരോ ഫോണും ഓരോ ഇതും നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ലോക്സ് എന്ന് പറയുന്ന സംഭവം. ഇത് സെൽഫ് ഡ്രൈവിങ് ഇത് നമ്മുടെ FSDയുടെ ഇതൊക്കെ കാണിക്കുന്നു സംഭവങ്ങൾ. ഇത് ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ ടെസ്ല അത് 80% ചാർജാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 80%, ഇതിപ്പം 68% ചാർജ് ഉണ്ട്. ഇതിപ്പോൾ 68%. അപ്പോൾ 68% ചാർജിൽ 241 മൈൽ പോകുമെന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കിലോമീറ്ററിൽ കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെയാണ് ബേസിക്. പിന്നെ ഡൈനാമിക്സിൽ വന്നിട്ട് ആക്സിലറേഷൻ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ചില്ലുണ്ട്, ചിലത് സ്ലോത്ത് ഉണ്ട്. സ്ലോത്ത് എന്ന് പറയുന്നത് ഈ ചെറിയ മൃഗമല്ലേ, പയ്യെ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ ഈ മോഡൽ വൈയിൽ സ്റ്റാൻഡേർഡും ചില്ലും മാത്രമേ ഉള്ളൂ. പിന്നെ സൈബർ ട്രക്കിലാണ് മാഡ് മാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ക്രേസി ഫാസ്റ്റ്. പിന്നെ ഹറിയുണ്ട്, സ്റ്റാൻഡേർഡുണ്ട്, ചില്ലുണ്ട്, സ്ലോത്ത് ഉണ്ട്. ഇത്രയും ഇതാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ ഷിഫ്റ്റ് ഓണും ഓഫും ചെയ്യാം. പിന്നെ കൺട്രോൾസിലാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ലൈറ്റ്, മിറർ കൺട്രോൾ ചെയ്യാം, പിന്നെ വൈപ്പർ കൺട്രോൾ ചെയ്യാം, സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രി മോഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും എത്ര ദൂരം വരണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ. സെൻട്രി മോഡ് ഒരു വലിയൊരു അതിശയമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഗ്രോസറി വാങ്ങിക്കാൻ പോയി. നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നിട്ട് സെൻട്രി മോഡിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി തന്നെ സ്റ്റാർട്ടായത് തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം FSD മാത്രമേ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സെൻട്രി ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല, FSD കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺട്രോൾ പാനലിൻ്റെ സംഭവങ്ങൾ. ഞാൻ FSD, എനിക്ക് ക്യാമറയില്ല, എനിക്ക് ഹാൻഡ് ഹെൽഡ് ഈ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു ഇഷ്യൂ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ FSD തന്നെ ആണെന്നുണ്ടെങ്കിലും റോഡിലോട്ട് ഇരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെസ്റ്റിനകത്ത് ഇവിടെ ഒരു ക്യാമറയുണ്ട് കണ്ടോ. ഈ ക്യാമറയിലൂടെ ടെസ്ല നമ്മളെ നോക്കിയിട്ട് നമ്മളെ വാൺ ചെയ്യും. ചുമ്മാ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. FSD ആണെന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, മെഷീനാണ്, നമുക്കത് കംപ്ലീറ്റ് റിലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ വാൺ ചെയ്യും. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് എത്രത്തോളം എനിക്ക് FSD റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഹോം സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, സെൽഫ് ഡ്രൈവിംഗ്.
അപ്പോൾ FSD ഞാനിത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വണ്ടി തന്നെ ബാക്കിലോട്ട് പോയി തിരിഞ്ഞു. ഇത് കണ്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്, തന്നെയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് വാണിംഗ് കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ റോഡിലോട്ട് ശ്രദ്ധിക്കുന്നില്ല, ഫോണിലോട്ട് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. എന്നെ പോകുന്ന കണ്ടോ, സ്റ്റോപ്പ് സൈനൊക്കെ അത് കറക്റ്റായിട്ട് അത് പിടിക്കും എന്നുള്ളത് കണ്ടോ. അവിടെ വന്ന് നിർത്തി നോക്കി പോയി. പക്ഷേ എന്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും മെഷീൻ ആണെന്ന് വിചാരിക്കുക. മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് വേറെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേറെ. ഏതാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്, സ്റ്റോപ്പ് സൈനിൽ നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് വണ്ടി ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ട് ആ വണ്ടി അത് ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടോ, ഈ വണ്ടികളെ രണ്ടിനെയും അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത് കണ്ടോ. ആദ്യം റൈറ്റ് ലൈൻ ഇത് ചെയ്തു, കീപ്പ് ചെയ്തു, മര്യാദയ്ക്കൊക്കെയാണ് പോകുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി കണ്ടോ, മര്യാദയുണ്ട്. മനുഷ്യനെക്കാട്ടിലും മര്യാദയുണ്ട് മെഷീന്. പക്ഷെങ്കിൽ മെഷീനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ റെയറാണ് കേട്ടോ. 0.001 ആണ് ഇതിൻ്റെ ആക്സിഡൻറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ടെസ്ലയുടെ. അത്രയ്ക്ക് ആക്യുറസി ഉണ്ട്. പിന്നെ റെക്കമെൻഡഡ് ആണ്. ഈ FSD എന്ന് പറയുന്നത് റാഷ് ഡ്രൈവിംഗ് ഒന്നുമില്ല. മനുഷ്യനാണ് റാഷ് ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റും ഇതുമൊക്കെ ഉണ്ടാക്കുന്നത്, അഹങ്കാരം കാണിക്കുന്നത്. FSD ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഡ്രൈവിംഗ് റെക്കോർഡാണ് FSD മാത്രം ഇടുന്നവർക്ക്. അതായത് ഇവിടുത്തെ ഇൻഷുറൻസ് FSD മാത്രമാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയ്ക്ക് സേഫ് ഡ്രൈവിംഗ് ആണെന്നാണ് പറയുന്നത് FSD. ഓക്കെ. അപ്പോൾ ഈ റോഡിലുള്ളത് ഇതുണ്ട്, സ്പീഡ് ലിമിറ്റും ഇതെല്ലാം ഇത് കാൽക്കുലേറ്റ് ചെയ്യും, ഇതെല്ലാം കാണും, റീഡ് ചെയ്യും, സെൻസ് ചെയ്യും, എന്നിട്ടാണ് ഇത് പോകുന്നത്. ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട് ടെസ്ല, പക്ഷേ ഇതേവരെ എനിക്ക് വാണിംഗ് വന്നിട്ടില്ല. അത് ഞാൻ റോഡിൽ നോക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ടത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ അവൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇതാണ് ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണ്ട. കാരണം ഇപ്പം ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് നിന്നേനെ. ഇവനായതുകൊണ്ട്, കാരണം തിയറിറ്റിക്കലി ഇത് കറക്റ്റാണ്. കാരണം ഞാൻ ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്യുന്നത് എനിക്ക് ഫാസ്റ്റ് ലൈനിൽ കയറി പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ലൈനേ നിൽക്കുകയുള്ളൂ. പക്ഷേ ഇത് ഇവനാണെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റഡായിട്ട് എല്ലാവേ പോവുള്ളൂ. അത് കാരണം ഈ ലൈനിൽ തന്നെ നിന്ന് മിഡിലിൽ കയറി സ്ലോ ആയിട്ട് കയറി പയ്യെ വണ്ടിയൊക്കെ നോക്കിയിട്ടേ അവൻ ഫാസ്റ്റ് ലൈനിൽ കയറുള്ളൂ. അതാണ് അതിൻ്റെ ഗുണം. ഓക്കെ. കണ്ടോ, മിഡിൽ ലൈനിൽ അവൻ കയറി. അല്ല, സ്ലോ ലൈനിലാണ് കയറിയിരിക്കുന്നത്, മിഡിൽ ലൈനിലും അല്ല, സ്ലോയിലാണ് അവൻ കയറിയിരിക്കുന്നത്. ഇനി പയ്യെ നോക്കി ആരുമില്ലെന്ന് കാണുമ്പം പയ്യെ മിഡിലോട്ട് കയറി ഒക്കെയാണ് പോകുന്നത്. പക്ഷേ സ്പീഡ് അത്രയും മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ, നല്ല സ്പീഡുണ്ട്. പക്ഷെ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റ് ലൈനിൽ കയറി അങ്ങ് പോയേനെ. അതാണ് രണ്ടും ഡിഫറൻസ്. മനുഷ്യനാണ് അഹങ്കാരം. ഇത് നല്ല ഇതിൽ എല്ലാം പെർഫെക്റ്റായിട്ടേ പോവുള്ളൂ, സ്പീഡായാലും ലൈൻ ചേഞ്ച് ആയാലും ഒക്കെ. ഇതുണ്ടോ, ഇത് സെൻസ് ചെയ്യുന്ന നോക്കണേ. ഇതിപ്പം ട്രാഫിക് ഇതാണ്, സ്റ്റോപ്പ് തന്നെ സെൻസ് ചെയ്താണ്ട് ഇത്രയും ദൂരത്തിൽ അത് സെൻസ് ചെയ്യും. അത് ട്രാഫിക്കിൻ്റെ ലൈറ്റ് സെൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ഡിസ്റ്റൻസും അത് സെൻസ് ചെയ്ത് വേണ്ട അവിടെ കൊണ്ട് നിർത്തും, കറക്റ്റ് നിർത്തും. ഞാനൊന്നും ചെയ്യുന്നില്ല, ബ്രേക്കിലും കാലില്ല, സ്റ്റിയറിങ്ങിൽ.
പക്ഷെ നോക്കണം, റോഡ് നോക്കിയിരുന്നില്ലെങ്കിൽ അന്ന് എപ്പോൾ വാണിംഗ് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പം തന്നെ ഈ ക്യാമറ എടുക്കുന്നത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇതേവരെ കിട്ടിയില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ കണ്ടേ, ഇതിപ്പോൾ ട്രാഫിക് ഓൺ ആയിട്ടുണ്ട്. പയ്യെ ഇത് സെൻസ് ചെയ്തു, പയ്യെ മൂവ് ചെയ്തു. കണ്ടോ, ഇവനെ സ്ലോ മൂവിങ്ങിലാണ് ഇപ്പം. സാധാരണ മിഡിൽ നിൽക്കേണ്ടതാണ്, ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, അത് സ്ലോ ട്രാക്കിലാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മിഡിൽ നിൽക്കേണ്ടതാണ്. ഇത് എവിടെയാണ് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ ഓഫീസിൽ നിന്നൊക്കെ ടയേർഡായിട്ടൊക്കെ ഈ ട്രാഫിക്കിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഡെയിലി, അവർക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയ സംഭവമാണ് ഈ FSD എന്ന് പറയുന്നത്. ഒന്നും അറിയണ്ട, ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സാൻഡ്വിച്ചും ഒക്കെ കഴിക്കുന്നത് ഇതിനകത്തിരുന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ FSD എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലോ ട്രാക്കിൽ കൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവനെ എന്തോ ഒരു ഇത് പറ്റിയെന്ന് തോന്നുന്നു. സാധാരണ അവൻ മിഡിൽ നിൽക്കുന്നതാണ്, എന്താണെന്നറിയില്ല. അവനും ഇപ്പോൾ പഴയ പോലെ വയ്യ, മടുത്തു. എപ്പോൾ വേണേലും ഇൻ്റർവ്യൂൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉറപ്പില്ല ഇവൻ കറക്റ്റായിട്ട് പോകുന്നെന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഈ ടെക്സസിൽ ഈ റെഡ് നെക്സ് കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴാണ് അവൻ മിഡിൽ കയറി കണ്ടോ. അപ്പോൾ അവരിങ്ങനെ ഈ വലിയ വലിയ ട്രക്കെന്നാണ് പറയുന്നത്, ഈ പിക്കപ്പിന് ട്രക്കെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രക്ക് കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അവർ ലൈനിൽ. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇത് മെഷീനല്ലേ, അത് കണ്ടിപ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ കയറേണ്ട എന്താണെന്ന് നമുക്ക് ലെഫ്റ്റ് പോകേണ്ടതുകൊണ്ടാണ് ഫാസ്റ്റ് ട്രാക്കിൽ ഇപ്പോൾ തൽക്കാലം നിൽക്കും. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ഇവിടെ മേലെ ഫാസ്റ്റ് ട്രാക്കിൽ വന്നേ. അപ്പോൾ ഇവൻ എല്ലാം നോക്കിയിട്ടൊക്കെ പോവുള്ളൂ കണ്ടോ. അതാണ് ഇവൻ്റെ ഗുണം. പയ്യെ നോക്കിയിട്ടാണ് തിരിക്കുന്നത് കണ്ടോ, തിരിഞ്ഞു പോകുന്നുണ്ട്. എല്ലാം തന്നെത്താനെയാണ് ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം തന്നെ എല്ലാം ചെയ്യുന്നു. ഇദ്ദേഹമെന്ന് വിളിക്കണമല്ലോ അല്ലേ, സോറി, ഞാൻ ഇവനൊക്കെ വിളിച്ചു. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് പയ്യെ പോകണം. അപ്പോൾ ഇതാണ് FSDയുടെ ഒരു ചെറിയ ഷോർട്ട് റിവ്യൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.